വന്ദനാദാസ് എന്ന പേര് നമ്മൾ എങ്ങനെയാണ് മറക്കുക അല്ലേ? ഡ്യൂട്ടിക്കിടെ ക്രൂരമായി വന്ദന കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ച ഡോക്ടറുടെ ജീവനെടുത്ത് ഒരാണ്ട് കഴിഞ്ഞിട്ടും അവിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് മാത്രമാണ് പ്രതീക്ഷയെന്ന് വന്ദനയുടെ മാതാപിതാക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷകളുമായി MBBS നേടിയവൾ, അച്ഛന്റെയും അമ്മയുടെയും ഏക മകൾ. 2023 മെയ് 9 അവൾ പതിവ് പോലെ ഡ്യൂട്ടിക്കെത്തി. ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ പുലർച്ചെ 4:30 ലഹരിക്കടിമയായ സന്ദീപിനെ പോലീസുകാർ എത്തിക്കുന്നത്. കാലിലെ മുറിവ് തുന്നിക്കെട്ടാൻ കൈവിലങ്ങ് വച്ചിരുന്നില്ല. മുറിവ് തുന്നിക്കെട്ടുന്നതിനിടെ പ്രതി മേശപ്പുറത്തിരുന്ന കത്രിക ഉപയോഗിച്ച് വന്ദനയെ ആഞ്ഞു കുത്തി. ഒന്നല്ല 6 തവണ. നിലവിളി കേട്ട് ഓടിയെത്തിയ പോലീസും സഹപ്രവർത്തകരും ഏറെ പണിപ്പെട്ട അക്രമാസക്തനായ പ്രതിയെ കീഴടക്കി വന്ദനയെ ആശുപത്രിയിലേക്ക് മാറ്റി. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന വന്ദനയുടെ മരണം രാവിലെ 9 മണിയോടെ സ്ഥിരീകരിച്ചു. പിന്നെ കണ്ടത് കേരളം മുൻപെങ്ങും കാണാത്ത വിധമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സമരം. മെഡിക്കൽ മേഖല ഒന്നാകെ തെരുവിലിറങ്ങി. കേസിന്റെ കാര്യത്തിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. കാരണം അല്പം താമസിച്ചാലും നമുക്ക് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ന്യായമായിട്ടും ഞങ്ങളുടെ സംശയങ്ങളും ദുരൂഹതകളും മാറ്റുന്നതിനും പ്രതിക്ക് കിട്ടാവുന്ന ശിക്ഷ ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ കൂടെ ലഭിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഡോക്ടർമാരുടെ സമരം പിൻവലിക്കാൻ വേണ്ടി മാത്രം സർക്കാർ പുറത്തിറക്കിയിരുന്ന ആശുപത്രി സംരക്ഷണ നിയമം അടിമുടി മാറ്റണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അതിശക്തമായ സമരത്തിനൊടുവിൽ സർക്കാർ ഡോക്ടർമാർ ആവശ്യപ്പെട്ട ഭേദഗതികളോടെ സെപ്റ്റംബറിൽ വന്ദനയുടെ പേരിൽ തന്നെ നിയമം പാസാക്കി. എന്നാൽ സുരക്ഷ ഇപ്പോഴും പേരിൽ മാത്രം. കണ്ണീരണിയിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട് വന്ദനയുടെ വീടിന് മുന്നിൽ. ഈ നെയിം ബോർഡ്. മായാത്ത മങ്ങാത്ത ഒരു ഓർമ്മയായി വന്ദന. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.